ഹലോ പ്രിയപ്പെട്ടവരെല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെ വിശേഷങ്ങൾ? നമ്മുടെ കൊച്ചു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോളേ ഇന്നലെ ദിവസം ഒരാളെ കണ്ടുപിടിട്ടോ. എന്താണ് എന്താണ് എന്താ പറ്റ പരിപാടി? രാവിലെ പുട്ടും കടലയാണ്. മോൻ വന്നിട്ട് പുട്ടും കടല കൊടുക്കണേ രാവിലെ. അതിലെന്താ കടല? ബീഫില്ല. അപ്പോൾ ബീഫ് ഐസ് കൂടാൻ വേണ്ടി വെച്ചുകളല്ലേ. പെരുന്നാൾ കിട്ടിയ ബീഫുണ്ട്. പെരുന്നാൾ കിട്ടിയ ബീഫൊക്കെ കൂടെ വാക്ക് വേണ്ടി വെച്ചു. എന്താ പെണ്ണോ ഉണ്ടാക്കണേ? തേങ്ങ വറുത്തരച്ച കടലക്കറി അല്ലേ? ഇന്ന് മോൻ വന്നതിൻ്റെ ഹാപ്പിനെസ്സിലാണ് ആള്. പൊന്നുമോൻ കുറേ നാളുകൾക്ക് ശേഷം അപ്പോൾ വെറൈറ്റി ഫുഡുകളൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ടാവും കേട്ടോ. ഇന്ന് നാട്ടിലെ ബിരിയാണിയാണ് ഓന് വേണ്ടല്ലേ? വാവാൻ്റെ ഇന്നത്തെ പുലരി. എന്താ വർത്താനം? നല്ല വർത്താനം. നമ്മളെ സബ്സ്ക്രൈബിനോട് എന്താ എല്ലാരും വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യാം. വാവന്റെ എൻട്രി. അപ്പളേ രാവിലത്തെ കടി വാവന്റെ ചിരട്ടപ്പുട്ട് വാവ കഴിച്ചോളൂ. ഞാൻ പുറത്ത് ഞാൻ 2 ലോക്കലുണ്ടായിരുന്നു. ലോക്കൽ എടുക്കാൻ വേണ്ടി പോയി. കാരണം നമ്മളെ വണ്ടി ഓടേണ്ട ആവശ്യമാണ്. വാവ വന്നാലും പോയാലും വണ്ടി ഓടണം. അതില്ലാത്ത കളിയില്ല. വാവ വരുമ്പോൾ ബേബി വരുമ്പോൾ പക്ഷെ നമ്മളെ വണ്ടി ഓടിയാൽ നമ്മളെ സെറ്റാവും. അപ്പം അമ്പിളി വാവനായിട്ട് ഇങ്ങോട്ട് ഇണങ്ങിയിട്ടില്ല. ആ ഒരു വിഷമമുള്ള ശരിയാവും കുറച്ച് കഴിഞ്ഞാൽ. അപ്പം ഞങ്ങൾ ചായ കുടിക്കുകയാണ്. വാവ ഒരു ട്രിപ്പ് കഴിച്ചാണ്. ഇനി കഴിക്കണ്ടോ നമുക്ക് നോക്കാം. ഡയറ്റിൻ്റെ ആളാണ് വാവ. ഡയറ്റാണ്. അപ്പോൾ ഇനി എനിക്ക് 11 മണിക്കൊരു മണ്ണാർക്കാടിന് ഓട്ടം പോകാണ്ട്. ഓട്ടം പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. വാവ വരുമ്പോൾ അത് ഓട്ടം പോകാതിരിക്കാൻ പറ്റില്ല. അവിടെ നമ്മൾ ഓട്ടം പോകും നിർബന്ധമായിട്ടും. ഓട്ടം ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ വാവ വന്നിട്ട് ചിരട്ടപ്പുട്ടും കണ്ടില്ല. വാവ പുട്ടിന്റെ ആരാധന അല്ലല്ല. അപ്പൊ പെണ്ണൊന്ന് വാവ വന്നിട്ട് ചിരട്ടപ്പുട്ടും ഇന്ന് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതാ പറയുന്നത്. നാട്ടിൽ ബിരിയാണി ഒക്കെ നല്ല ആഗ്രഹമുണ്ട്. സംഭവം വാവ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്. പക്ഷെ ഉമ്മാന്റെ ബിരിയാണി ആണ് വേറെ ലെവലല്ലേ. പക്ഷെ മമ്മ ഉണ്ടാക്കുന്നല്ലേ? പെണ്ണൂൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണി. മമ്മാന്റെ ബിരിയാണി വേറെ ലെവലാട്ടോ. പെണ്ണൂരൊക്കെ തള്ളിയിടും. ഇജ്ജ് എവിടേക്ക് പോണേ? ആ ഇടുവാ. എവിടെ എവിടെ നമ്മളെ സ്കൂള്? കുട്ടത്തി. സ്കൂളിൻ്റെ പേരെന്താ? കിട്ടുമോ? ഇല്ല. ഇജു പുതിയ സ്കൂളുകാരനാട്ടോ. ഇജു സ്കൂൾക്ക് പോവാണേ. ഇജു ഒന്ന് സ്കൂൾക്ക് ഇത് എന്നുപോലെ പോലെ തുടങ്ങി? ആ ഇജു എത്ര ഇപ്പം LKG അല്ലേ? അപ്പോൾ LKG കോളേജൊക്കെ പോണേ ഇജു അല്ലേ? എല്ലാവരോടും ഹായ് പറഞ്ഞ കൈ കൊണ്ടേ ഹായ് പറ. ആ ഓക്കെ. അപ്പോൾ ഇജു എല്ലാവർക്കും ഹായ് വന്നിട്ടുണ്ട് കേട്ടോ. നോക്കേ അപ്പോളേ വാവ ദുബായിൽ ഷെഫായിരുന്നു. ഇന്നലെ രാത്രി എത്തിയിട്ടുള്ളൂ. ഇത് വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ ഷെഫ്. എങ്ങനെയുണ്ട്? എന്താ വാവ ഉണ്ടാക്കണേ? ബീഫ് ബിരിയാണി അല്ലേ? ജന ഉണ്ടാക്കണേ? വല്യമാൻ്റെ സ്പെഷ്യൽ. നാട്ടിൽ വന്നിട്ട് നമ്മൾ ഉണ്ടാക്കാറ മോശമല്ലേ? ഇനി വല്യമാൻ്റെ സ്പെഷ്യൽ റെസ്റ്റാണ്ട്. ഞാൻ റെസ്റ്റ് എടുക്കാൻ പോകുന്നില്ല. ഇന്നലെ രാത്രി എനിക്ക് റെസ്റ്റ് കിട്ടിയോ? ഇല്ല. വന്നേക്ക് ലോഡ് ഇറക്കിയില്ല വണ്ടിന്ന്. 3.5 വർഷത്തിന് ശേഷമേ വാവ റെസ്റ്റ് എടുക്കാൻ വന്നിരുന്നത്.
വന്ന അന്ന് തന്നെ എയർപോർട്ടിൽ വന്നിറങ്ങി വണ്ടിയിൽ കയറി വീട്ടിൽ വന്നിറങ്ങി ലഗേജൊക്കെ ഇറക്കി വെച്ച് ഉടനെ ഞാൻ കൊട്ട വണ്ടിയിൽ ലോഡ് ഉണ്ടായിരുന്നു വേസ്റ്റ് കെട്ടിടം വേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ലോഡ് കെട്ടിടം വേസ്റ്റ് ഉണ്ടായിരുന്നു കാരണം ബോഡിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ വന്ന് എയർപോർട്ടിൽ നിന്ന് വന്ന് വീട്ടിൽ കയറി ഉടനെ തന്നെ എന്ത് ചെയ്തു, അതിൽ പോവാ വേണ്ട പോണേ നമ്മളെ അയൽവാസി കാക്കയുടെ നാളെ പോവാ. നാളല്ലേ നമ്മൾ പോണേ? നാളല്ലേ? മാഷാഅല്ലാഹ് നാളെ പോകട്ടെ, ലീവ് കഴിഞ്ഞ് പോണേ. അപ്പോൾ ഇത് ഇന്നലെ വാവാനെ കൊണ്ട് ഞാനും നമ്മളെ അയൽവാസിയൊക്കെ കൂടെ ഇറക്കി വണ്ടി വലിച്ചിറക്കി നേരത്തെ സെറ്റാക്കി ചാലയുന്നു വഴിയൊക്കെ. അപ്പോൾ വാവക്ക് റെസ്റ്റ് എടുക്കാൻ വന്ന വാക്ക് വന്നാൽ തന്നെ പണിയാണെന്ന് അർത്ഥം. നല്ല ലോഡറക്കിട്ട് ക്ഷീണമുണ്ടോ? ഇല്ല, വാവക്ക് അങ്ങനത്തെ ക്ഷീണമൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ ബീഫാണ് മൊത്തം വാവക്ക് വേണ്ടത്. സംഭവം ആൾ ഡയറ്റൊക്കെയാണ്, പക്ഷെ ഇന്ന് എന്തായാലും ബീഫ് ബിരിയാണി കഴിക്കുമെന്നാണ് പറഞ്ഞത്. ഇന്ന് വാവക്ക് ബീഫ് ബിരിയാണി. ഇന്ന് ഡയറ്റില്ലല്ലോ അല്ലേ? ആൾ ഇവിടുന്ന് പോകുമ്പോഴേ എത്ര ഒരു കിൻ്റല്ലോ തൂക്കണ്ടത്? 96 എത്ര കറക്റ്റ് പറഞ്ഞാ? 85 കിലോ വെയിറ്റ് ഉണ്ടായിരുന്ന ആളാട്ടോ. അത് വലിയ വെയിറ്റ് ഒന്നുമല്ല. ഇപ്പം അത്ര 65ആയി. ആള് സ്ലിമ്മാക്കി. നമ്മ സ്പെഷ്യൽ ബിരിയാണിയാണ് പറ്റിയമ്പാ. അലങ്കോല പെട്ടി കിടക്കണേ. ഇതിപ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ ബഹളപ്പത്. അപ്പോൾ ഒക്കെ റെഡിയാക്കി പെണ്ണുൻ്റെ അമ്മയും പെണ്ണുൻ്റെ മൂത്തമ്മയാണ്. അതുപോലെ ഇന്ന് രാവിലെ തന്നെ എത്തിക്കണം. വാവ പേരക്കുട്ടിനെ കാണാം വന്നെന്ന് അറിഞ്ഞപ്പോൾ മമ്മിയും മൂത്തമ്മയൊക്കെ വന്നിക്കണേ. അപ്പോൾ ചെങ്കളി മുത്തുണികളെ നമ്മൾ മണ്ണാർക്കാട് ഓട്ടം പോയിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഇവർ ബിരിയാണി വീഡിയോ ഒക്കെ തയ്യാറാക്കിയിട്ട് എനിക്ക് വിട്ടുതന്നിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്താണ് മൊത്തം. അപ്പോൾ നമ്മളെ വാവക്ക് വേണ്ടി സ്പെഷ്യൽ മമ്മ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ കഴിച്ചാൽ ഹാപ്പിയായി. അപ്പോൾ നമുക്ക് കൂടെ കൂടാൻ പറ്റിയില്ല, കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾ ഇജുവിനെ കാണിച്ചിരുന്നു, നമ്മളെ അയൽവാസി കുട്ടിയായിട്ടാവും സ്കൂളിൽ പോകണേ നമ്മൾ കാണിച്ചാണ് വെറുതെ രസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ ചെയ്യുക, ലൈക്കുകൾ അടിക്കുക. നിങ്ങൾ ബെല്ലൈക്കൺ അമർത്തി വെക്കണമെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോസ് ഇടുമ്പോൾ ഇനിയും നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളെ ഫാമിലി വിശേഷങ്ങളും നമ്മളെ പ്രത്യേക തരം പല വീഡിയോസുകളും കാണാൻ പറ്റും ഇൻഷാ അല്ലാഹ്. ഓക്കെ.